ഹായ് ഗൈസ്, പവിത്രം പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രീലക്ഷ്മിയുടെയും സന്തോഷിന്റെയും കല്യാണ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് പാട്ടും ആട്ടവും ഒക്കെയായി സന്തോഷിച്ചിരിക്കുമ്പോഴാണ് അവരെ തേടി മറ്റൊരു ദുരന്തം വരുന്നത്. എപ്പോഴും വേദയ്ക്കും വിക്രമിനും ഒരു സന്തോഷത്തിനു പിറകെ ഒരു ദുഃഖവും ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടല്ലോ, ചന്ദ്രശേഖരനും ശ്രീകാന്തും ഗുണ്ടകളും ഏതോ ഒരു പ്ലാനിങ്ങിലായിരുന്നല്ലോ. അവർ അവിടെ എത്തി. സൂപ്പർ അടി തുടങ്ങി. കഴിവതും വിക്രവും സേതുവും ഗുണ്ടകളെ അടിച്ചൊതുക്കാൻ നോക്കുന്നുണ്ട്. ചിലർ അനിയൻകുട്ടനെ എടുത്ത് ഓടാൻ തുടങ്ങിയപ്പോൾ വേദ അവരെയൊക്കെ തള്ളി മാറ്റി അനിയൻകുട്ടനെയും കൊണ്ട് ഓടുന്നു. അവർ കുറേ പേരുണ്ടല്ലോ. അങ്ങനെ ഉന്തും തള്ളിനുമിടയിൽ നമ്മുടെ വിക്രം ഒരു കൊക്കയിലേക്ക് വീഴാൻ തുടങ്ങുന്നു. വക്കുവരെ എത്തി. അതൊരു ഹൈറേഞ്ച് പ്രദേശമല്ലേ, എപ്പോ വേണമെങ്കിലും എന്തും സംഭവിക്കാം. വിക്രമിന്റെ ഈ അവസ്ഥ കണ്ട വേദവും അനിയൻകുട്ടനും ഉറക്കെ നിലവിളിക്കുന്നു. അത് കേട്ട് ആരെങ്കിലും ഓടി വന്ന് വിക്രമിനെ രക്ഷിക്കട്ടെ എന്ന് കരുതിയാണ് അങ്ങനെ ചെയ്തത്. സേതു ഓടി വന്ന് വിക്രമിനെ രക്ഷിക്കുന്നു. പക്ഷെ വേദ പെട്ടെന്ന് തല ചുറ്റി വീണു. ഈ സംഭവങ്ങളെല്ലാം കണ്ടതുകൊണ്ടും ഒരുപാട് അടിയും ബഹളവും ഒക്കെ കൊണ്ട് ശരീരം തളർന്നതുകൊണ്ടും മാത്രമായിരിക്കില്ല, വേദ ചിലപ്പോ ഗർഭിണിയും ആയിരിക്കാം. വേദയുടെ വീഴ്ച നമ്മുടെ വിക്രമിന് ഉണർവേകുന്നു. പിന്നീട് വിക്രമും സേതുവും കൂടി എല്ലാവരെയും അടിച്ചൊതുക്കുന്നുണ്ട്. കൂട്ടത്തിൽ ചന്ദ്രശേഖരനും ശ്രീകാന്തിനും കിട്ടുന്നുണ്ട്. ഇനി വരുന്ന എപ്പിസോഡിൽ വേദ എല്ലാ തെളിവുകളും കണ്ടെത്തുന്നതും അനിയൻകുട്ടൻ പുളിക്കന്റെയും വരുണിന്റെയും കാര്യങ്ങൾ പറയുന്നതും എല്ലാ സത്യാവസ്ഥകളും മനസ്സിലാക്കുകയും ശ്രീകാന്തിനും ചന്ദ്രശേഖരനും ശിക്ഷ കിട്ടുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ വേദ പ്രഗ്നന്റ് ആണെന്ന വിവരം വിക്രമിന്റെ വീട്ടിലറിഞ്ഞ് സന്തോഷിക്കുന്ന നിമിഷങ്ങളൊക്കെ തന്നെയാണ് ഇനി വരാനിരിക്കുന്നത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു എപ്പിസോഡിന്റെ അടിപൊളി പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.